ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കോംബോയായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിലുള്ളത്. ഇരുവരും ഒരുമിച്ചാണ് ബിഗ് ബോസ് ഓഡീഷനിൽ പങ്കെടുത്തത്. എന്നാൽ പരസ്പരം പരിചയപ്പെട്ടിരുന്നില്ല. ഹൗസിൽ വന്ന ശേഷമാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും. മലയാള സിനിമയിലെ ബഡ്ഡിംഗ് സ്റ്റാർ ആയിരുന്നു ഹൗസിലെത്തുമ്പോൾ ഗബ്രി. ബിഗ് ബോസിൽ വന്ന ശേഷമാണ് ഗബ്രിയുടെ മുഖം കുടുംബ പ്രേക്ഷകർക്ക് പോലും സുപരിചിതമായത്. ജാസ്മിൻ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ വലിയ ജനപിന്തുണയോടെയാണ് ഷോയിലേക്ക് എത്തിയത്. ഹൗസിൽ എത്തിയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജാസ്മിൻ ഗബ്രി സൗഹൃദം രൂപപ്പെട്ടു. എന്തിനും ഏതിനും ഇരുവരും ഒരുമിച്ചായിരുന്നു. പലപ്പോഴും ഇരുവരുടെയും സൗഹൃദം പ്രണയമായി പോലും പ്രേക്ഷകർക്ക് തോന്നിയിരുന്നു. മാത്രമല്ല, ഇരുവരും ലവ് കോംബോ സൃഷ്ടിച്ചിട്ട് വോട്ട് നേടാനുള്ള ശ്രമമാണെന്ന തരത്തിലും വിമർശനങ്ങൾ ഉയർന്നു. പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ഇവർക്കെതിരെ ഉയർന്നു. ഗബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പലരും ജാസ്മിനെ പിന്തുണക്കുന്നത് പോലും അവസാനിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ ജാസ്മിന്റെ സ്വകാര്യ ജീവിതവും പ്രണയവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും ഗബ്രി കോംബോ വിവാദത്തിൽ ഉൾപ്പെടാൻ കാരണമായി. കൂടാതെ ഹൗസിനുള്ളിലായിരുന്നപ്പോഴും പുറത്തിറങ്ങിയ ശേഷവും വലിയ രീതിയിൽ സൈബർ ബുള്ളിങ് ജാസ്മിൻ അനുഭവിക്കേണ്ടി വന്നു. അപ്പോഴെല്ലാം തുണയായി കരുത്ത് പകർന്നു ഒപ്പം നിന്നത് ഗബ്രിയാണ്. ഷോ അവസാനിക്കുമ്പോൾ ഗബ്രി ജാസ്മിനുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുമെന്നാണ് ഭൂരിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകരും കരുതിയത്. എന്നാൽ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരും. ഒറ്റപ്പെട്ടു പോകുമായിരുന്ന സാഹചര്യത്തിൽ ജാസ്മിനെ ചേർത്ത് പിടിച്ചതും ഗബ്രിയായിരുന്നു. യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായി മാറി. ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളും ഒക്കെയായി ജാസ്മിനും ഗബ്രിയും സൗഹൃദം നിലനിർത്തി കൊണ്ടുപോവുകയാണ് ഇപ്പോഴും. ഇന്ന് ഇവരുടെയും സൗഹൃദത്തിന് 1 വയസ്സാകുമ്പോൾ ദുബായ് യാത്രയിലാണ് രണ്ടുപേരും. 1 വർഷമായി എന്ന് ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കിട്ട് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത്.